സർ, ഇപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ നേരിട്ടത് എന്നുമായിട്ടുള്ള ബന്ധപ്പെടുത്തി പല വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെയാണ് അമേരിക്കയെ നേരിട്ടത്, അത്തരത്തിലല്ല മോദി ഇപ്പോൾ നടത്തിയത്, മാത്രമല്ല നെഹ്റുവുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിവാദ പരാമർശങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു താരതമ്യപ്പെടുത്തൽ എത്രമാത്രം ശരിയുണ്ട്? ഇന്ദിരയെയും നരേന്ദ്രമോദിയെയും താരതമ്യം ചെയ്യുക, ഇന്ദിരയെയും നരേന്ദ്രമോദിയെയും ജവഹർലാൽ നെഹ്റുവിനെയും താരതമ്യം ചെയ്യുക എന്നല്ല. നമ്മൾ ഓരോരുത്തരെ താരതമ്യം ചെയ്യുമ്പോഴും ആ കാലഘട്ടം നോക്കണം, സാഹചര്യം നോക്കണം. വെറുതെ ഒരു താരതമ്യം പറ്റില്ല. അതൊന്നാമത്തെ കാര്യം. അത് ഡോക്ടർ ശശി തരൂർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് MP ആയി ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സാഹചര്യങ്ങളും വ്യത്യസ്തമായിരുന്നു എന്ന്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് ജയറാം രമേശും രാഹുലും ഇവിടെ VD സതീശനും KC വേണുഗോപാലും ഒക്കെ പറയുന്ന കാര്യം, സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങിത്തിരിയുന്ന കാര്യം, ഇന്ദിര ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിനെ അങ്ങനെ ചെയ്യുമായിരുന്നു, വെല്ലുവിളിക്കുമായിരുന്നു പറയുന്നത്. ഇതിനകത്ത് വളരെ രസകരമായൊരു ഉദാഹരണം എനിക്ക് പറയാനുണ്ട്. അത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും അതിരൂക്ഷമായ എതിർപ്പോടുകൂടി കഴിഞ്ഞ കോൾഡ് വാറിൻ്റെ കാലഘട്ടം, ശീതസമരത്തിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഒരു മനുഷ്യൻ അമേരിക്ക സന്ദർശിക്കാൻ ചെന്നു. സ്വാഭാവികമായിട്ടും അയാൾക്ക് സോവിയറ്റ് യൂണിയൻകാരന് അയാളുടെ നാടിനെക്കുറിച്ച് അഭിമാനമുണ്ട്, അമേരിക്കക്കാരന് ആ നാടിനെക്കുറിച്ച് പറയാൻ അഭിമാനമുണ്ട്. അപ്പം രണ്ടുപേരും സംസാരിച്ചു വന്നപ്പം സ്വാതന്ത്ര്യത്തിനെക്കുറിച്ച് താരതമ്യമായി. അമേരിക്ക പറഞ്ഞു, എൻ്റെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇത് നിങ്ങളും ഞാൻ നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാസഗൃഹം വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ നിന്നാണ്. ഇവിടെ നിന്ന് ഉറക്കെ ഉച്ചസ്ഥരം അമേരിക്കൻ പ്രസിഡന്റ് കള്ളനാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ സോവിയറ്റ് യൂണിയൻകാരൻ ചോദിച്ചു, അതിനിത്ര കാര്യം എന്തായിരിക്കും? അത് വലിയ കാര്യമാണ്. എൻ്റെ നാടാണ് സോവിയറ്റ് യൂണിയൻ. ആ സോവിയറ്റ് യൂണിയനിലെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുമ്പിൽ നിന്നും എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് കള്ളനാണെന്ന് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന്. ഞാനീ പറഞ്ഞ താരതമ്യ ഒരു കാര്യമുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ബന്ധം എന്തായിരുന്നു? അന്താരാഷ്ട്ര തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ബന്ധം എന്തായിരുന്നു? ഇന്നത്തെ കാലത്ത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നരേന്ദ്രമോദിയുടെ സാഹചര്യം എന്താണ്? ഇത് രണ്ടും നോക്കിയിട്ട് വേണം താരതമ്യം. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞു. നെഹ്റു പ്രഖ്യാപിച്ചത് ചേരിചേരാ നയമാണ്. ഈ ചേരിചേരാ നയത്തിൽ നിന്ന് ചേരി മാറി എന്ന് തന്നെ പറയാം. ഇന്ദിര സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്തായി. സോവിയറ്റ് യൂണിയനുമായിട്ട് ഭാരതം കരാറൊപ്പിട്ടു. അപ്പോൾ സോവിയറ്റ് പക്ഷത്തായി കഴിഞ്ഞ ഭാരതം സോവിയറ്റ് യൂണിയനോട് ആണ് ആ സമയത്ത് ഇന്ദിരയുടെയും ഭരണകൂടത്തിൻ്റെയും വിധേയത്വവും. തെരഞ്ഞെടുപ്പുകൾക്കും മറ്റു കാര്യങ്ങൾക്കും സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ദിരയ്ക്കും കോൺഗ്രസിനും ഫണ്ട് ഒഴുകിയിട്ടുള്ളത്. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റിന് അത് അന്ന് കിസിഞ്ചറുമായിട്ടുള്ള പ്രശ്നമാണ് പറയുന്നത്. അദ്ദേഹത്തെ അമേരിക്കൻ നിക്സർ, ഡോക്ടർ ഹെൻറി കിസിഞ്ചർ തുടങ്ങിയ പ്രസിഡന്റിനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെയും ഒക്കെ ഇന്ദിര വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ദിരയുടെ യജമാനായിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ പ്രസിഡന്റിനെയോ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെയോ തണലിൽ നിന്നുകൊണ്ട് അവരെ പ്ലീസ് ചെയ്യാനായിരുന്നെന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കാൻ പറ്റൂ. അന്ന് നേരെ മറിച്ച് ഇന്ദിര തൻ്റെ പക്ഷത്തുള്ള സോവിയറ്റ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയെ, സോവിയറ്റ് യൂണിയൻ്റെ പ്രധാനമന്ത്രിയെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഞാൻ സമ്മതിക്കാം. അതുകൊണ്ട് ഇന്ദിര അമേരിക്കൻ പ്രസിഡന്റിനെയോ അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെയോ വെല്ലുവിളിച്ച് പറഞ്ഞു പറയുന്നതിനകത്ത് യാതൊരു കഥയുമില്ല. അത് കഥയില്ലാത്തൊരു പ്രഖ്യാപനമാണ്. പിന്നെ വേറൊന്ന്, പിന്നെ മോദിയെ സംബന്ധിച്ച് പറയുമ്പം അദ്ദേഹം ട്രംപിനും വിധേയനല്ല, റഷ്യൻ പ്രസിഡന്റിന് വിധേയനല്ല, ചൈനയ്ക്കും വിധേയനല്ല. ഭാരതത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി
ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഭാരതീയ ദേശീയതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിവിധ രാജ്യങ്ങളുമായി ബന്ധമുണ്ടാവും. അവിടെ ഭാരതവിരുദ്ധ രാഷ്ട്രീയം ഇന്നലെ വരെ നടത്തിയിരുന്ന അമേരിക്കയും കൂടെ കൂടെ നോക്കും, പാകിസ്ഥാനെയും തരം കിട്ടിയ കൂടെ കൂടെ നോക്കും, ചൈനയുടെയും ശത്രുത കുറയ്ക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും മറുഭാഗത്തെ പ്രതികരണം തെറ്റായ രീതിയിലാണെങ്കിൽ തിരുത്താൻ ശ്രമിക്കും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോൾ പറയുന്നത് ട്രംപ് ചാടിക്കയറി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പഹൽഗാമിന് ശേഷമുള്ള ഓപ്പറേഷൻ സിന്ദൂറിൽ അത് സീസ് ഫയർ ഉണ്ടായതിൻ്റെ കാര്യം ഭാരതമോ പാകിസ്ഥാനോ പറയുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞതിൻ്റെ പേരിലാണ്. പക്ഷെ അതിന് കൊടുക്കേണ്ട മറുപടി ഭാരതം കൊടുത്തു കഴിഞ്ഞു. കൃത്യമായി ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രിയും അതായത് നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ ഭാഗമായ അവർ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഭാരതമായിട്ട് അങ്ങനെ സംസാരം ഉണ്ടായിട്ടില്ലെന്നും നേരിട്ടല്ലാതൊരു സംസാരം പാകിസ്ഥാനും ഭാരതമായിട്ടുള്ള ദ്വിരാഷ്ട്ര ബന്ധമല്ലാതെ മറ്റൊരു സംസാരത്തിന് ഭാരതം അവസരം കൊടുക്കുന്നില്ലെന്നും എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് ടെററിസമാണെന്നും അത് ഒക്യുപ്പൈഡ് കാശ്മീരിനെ തിരിച്ചു തരുന്ന കാര്യമാണെന്നും കൃത്യമായ ഭാഷയിൽ വിദേശകാര്യമന്ത്രി ജയശങ്കർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ട്രംപ് പറഞ്ഞ വേറൊരു കാര്യമാണ് ഭാരതം സീറോ ടാരിഫിന് എഗ്രി ചെയ്തിരിക്കുന്ന പോലും. അതിനും അദ്ദേഹം മറുപടി കൊടുത്തു. ഈ ടാരിഫ് പോലുള്ള കാര്യങ്ങളിൽ ഒരു ഉടമ്പടി ഉണ്ടാവേണ്ടത് മ്യൂച്വലി ബെനിഫിഷ്യലായിട്ടായിരിക്കണം. അത് പരസ്പരം ചർച്ച ചെയ്ത് ഗൗരവമായ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വരേണ്ട ഉടമ്പടിയും ബന്ധവുമാണെന്ന് പറഞ്ഞു. ഇതുവരെ അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു. ഇങ്ങനെ കൃത്യമായ മറുപടി വിദേശകാര്യമന്ത്രി ജയശങ്കർ കൊടുത്തിരിക്കുന്നു. അതിനു മുമ്പ് ഭാരതത്തിലെ DGMO പോലും പറഞ്ഞിരിക്കുന്നു. ട്രംപ് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി തന്നോടൊപ്പമുള്ളവരോ തനിക്ക് താഴെയുള്ള ഭരണ സംവിധാനത്തിലുള്ള ആളുകളെ കൊണ്ടോ കൊടുപ്പിച്ചാൽ മതി എന്ന ആ ഒരു നിലപാടിലേക്ക് മോദി ഉയരുമ്പം അത് മോദിയുടെ പരാജയമാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം ഓർക്കണം, ഇതൊക്കെ പറയുമ്പോഴും മറക്കരുതാത്തൊരു കാര്യമുണ്ട്. ഇന്ദിരയുടെ അച്ഛനും രാഹുൽ ഗാന്ധിയുടെ മുതച്ഛനുമായിരുന്നു ജവഹർലാൽ നെഹ്റു. ഈ ജവഹർലാൽ നെഹ്റു 1962 ചൈനയുടെ ആക്രമണ കാലത്ത് അമേരിക്കയുടെ സഹായം തേടിപ്പോയതിൻ്റെ ഒരു നാണം കെട്ട കഥയുണ്ട്. അതും കൂടെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഇത്തരം സംസാരങ്ങൾ നടത്തുന്നവർക്കുള്ള മറുപടിയാവുന്നത്. അന്ന് ശ്രീ അരവിന്ദോയും സർദാർ പട്ടേലും വീരവിനായക ദാമോദർ സവർക്കറും ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറും ഗുരുജി ഗോൾവർക്കറും എല്ലാം മുന്നറിയിപ്പ് കൊടുത്തിട്ടും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭാരതത്തിന് വേണ്ട പ്രതിരോധ തയ്യാറെടുപ്പുകൾ നടത്താതിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ അബദ്ധം കൊണ്ട് ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ ഭാരതത്തിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥ വന്നു. അതിനിടയ്ക്ക് ചേരിചേര നയത്തിൻ്റെ പേരിൽ നെഹ്റുവിന് ലോകത്തെങ്ങും ഭാരതത്തിനെ ഒരു അപകടത്തിൽ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയുമാക്കി വെച്ചു. റഷ്യയുടെ ജയിലിലുമല്ല, അമേരിക്കയുടെ ജയിലിലുമല്ല. എന്നിട്ട് ആ 62 യുദ്ധത്തിൻ്റെ ഘട്ടത്തിൽ നെഹ്റു ഒരു കത്തയച്ചു. 2 കത്തുകൾ, ക്യാബിനറ്റിൽ പോലും ആലോചിക്കാതെ 2 കത്തുകൾ അയച്ചു. നെഹ്റു അയച്ചു. എന്തിനാണെന്നറിയോ? സാമഗ്രികൾ വേണം, സമ്പത്ത് വേണം, സഹായിക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ അതെൻ്റെ ഈ പുസ്തകത്തിൽ ഭാരതീയ ജനാധിപത്യത്തിൻ്റെ കാവ്യവസന്തം എന്ന പുസ്തകത്തിൻ്റെ 30ാമത്തെ പേജിൽ കുറിച്ചിട്ടുണ്ട്. ആ കത്തിന് അതിനെ വേണമെങ്കിൽ സേവ് അവർ സോൾ, SOS എന്ന് പറയുന്നത് പോലെ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ, അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി നെഹ്റുവിൻ്റെ വലിയ സുഹൃത്തുമായിരുന്നു. കെന്നഡി ഈ കത്തയച്ചിട്ട് കെന്നഡി അതിന് മറുപടി പോലും എഴുതിയില്ല, നേരിട്ട് മറുപടി കൊടുത്തില്ല. അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഭാരതത്തിൽ എന്നൊരു അംബാസഡറെ വിവരം അറിയിച്ചു. അംബാസഡറെ അറിയിച്ചപ്പോൾ പറഞ്ഞ വിവരം വായിക്കാൻ സമയം ഉണ്ടാവില്ല, എങ്കിലും ഒന്ന് പറയാം ഞാൻ. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കനോട്ട് ഗീവ് maximum military support to India while most of India's forces
ആർ എൻഗേജ്ഡ് അഗൈൻസ്റ്റ് പാകിസ്ഥാൻ. 2 പാരഗ്രാഫാണ്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അന്ന് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ കൊണ്ട് അംബാസഡറെ അറിയിച്ചത്, ഇന്ത്യയിലെ അംബാസഡറെ, നെഹ്റുവിന് മറുപടി അയച്ചിട്ടില്ല. പാകിസ്ഥാൻ പോലെ അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു രാജ്യത്തിനെതിരെ നിലപാടിൽ നിൽക്കുന്ന ഭാരതത്തെ സഹായിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. പിന്നെ ഭാരതം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധസാമഗ്രികളും ആളും അർത്ഥവും ഒക്കെ ആയതുകൊണ്ട് ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭാരതത്തോടൊപ്പം നിന്ന് നമ്മളും യുദ്ധം ചെയ്യുക എന്നർത്ഥം വരുന്നത്. അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു SOS, സേവ് അവർ സോൾ മെസ്സേജാണ് നെഹ്റു അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായ ഒരു മറുപടി നേരിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടും അമേരിക്ക ഈ പ്രശ്നത്തിൽ ഇടപെട്ടു, പരിഹാരത്തിന് വഴി നോക്കി. ഇതൊക്കെയാണ് ചരിത്രം. ആ ജവഹർലാൽ നെഹ്റു സ്വന്തം അഭിമാനം, സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് മുമ്പിൽ പോയി സഹായം യാചിച്ചതും അതിനൊരു നേരിട്ട് മറുപടി പോലും കൊടുക്കാതെ ഇത് പഴയ വിദേശകാര്യമന്ത്രിയായ ജസ്വന്ത് സിംഗിൻ്റെ കോൾ ഓഫ് ഓണർ എന്ന ആത്മകഥയിലെ ഉദ്ധരണിയാണ് എടുത്ത് പറഞ്ഞത്. ആ അവസ്ഥ ഒരു വഴിക്ക് നെഹ്റുവിൻ്റെ പ്രവൃത്തിയിലുണ്ടായ ലജ്ജാകരമായ ആ അനുഭവം ഒരു വഴിക്ക്, ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധമുണ്ടായതിൻ്റെ പേരിൽ, ഇൻഡോ സോവിയറ്റ് കരാറിൻ്റെ പേരിൽ സോവിയറ്റ് വിധേയ രാജ്യമായി ഭാരതത്തെ മാറ്റിക്കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ ശത്രുവായ അമേരിക്കയുടെ പ്രസിഡന്റിനെതിരെ എന്തോ പറഞ്ഞത് വലിയ കാര്യമാണെന്ന് പറയുന്നത് VT ബലറാം RSSനെ വിമർശിക്കുന്ന പോലെയാണ്. VD ബലറാം നരേന്ദ്രമോദിയെ, VD സതീശൻ നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പോലെയാണ്. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന പോലെയാണ്. തനിക്കെതിരെ നിൽക്കുന്നവരെ വിമർശിക്കാൻ ആർക്കും പ്രത്യേകിച്ചൊരു പ്രചോദനം വേണ്ട, പ്രത്യേകിച്ചൊരു ധൈര്യവും വേണ്ട. സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ ശശി തരൂരൊക്കെ പറഞ്ഞതുപോലെ അന്നത്തെ കാലഘട്ടമല്ല, ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഒരു സൗഹൃദത്തിലൂടെ, എന്നാൽ ഇവരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. മോദിക്ക് അമേരിക്ക എന്താണെന്നും അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്താണെന്നും ചൈന എന്താണെന്നും ഒക്കെ മോദിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു സൗഹൃദം എല്ലാവരിലും സ്ഥാപിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഇന്ത്യൻ ജനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന നമ്മുടെ ഭാരതത്തെ കാത്തുകൊണ്ട് ഉള്ള ഒരു ഭരണതന്ത്രം തന്നെയാണ് മോദി നയിച്ചത്. അതിൽ ശരിക്കും പറഞ്ഞതുപോലെ ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കാറുണ്ട്. ഞാൻ അല്പം ഗൗരവപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി ഒന്നും അങ്ങനെ ചെറുതായി കാണേണ്ട ആവശ്യവുമില്ല. ഇപ്പോഴീ പറഞ്ഞതുപോലെ അവരും അന്നത്തെ സാഹചര്യത്തിൽ അവർക്കും നേരിടേണ്ടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു. സാഹചര്യം പരിമിതമായിരുന്നു, വെല്ലുവിളിയും വ്യത്യസ്തമായിരുന്നു. ഉദാഹരണത്തിന് ഇന്ദിരാഗാന്ധി അന്ന് ബംഗ്ലാദേശിലെ യുദ്ധം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ്റെ പകുതി ജനത, ബംഗ്ലാദേശിലെ മുഴുവൻ ജനത ബംഗ്ലാദേശിനെതിരെ സമരം ചെയ്യുക. ആ സമയത്ത് ബംഗ്ലാദേശിന് സഹായം ചെയ്തു കൊടുക്കുന്നതും അതിന് വലിയ കാര്യമല്ല. ആ യുദ്ധം ജയിച്ചത്, അങ്ങനെ പറയുമ്പം ബംഗ്ലാദേശിൻ്റെ യുദ്ധം ഭാരതം സഹായിച്ചതാണ്. പഹൽഗാമിന് ശേഷം യുദ്ധം ഉണ്ടായിട്ടില്ലെന്നുള്ളത് ഒരു കാര്യം. പക്ഷെ പ്രവൃത്തി ഭാരതം സ്വന്തമായിട്ട് ചെയ്തതാണ്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, 962 യുദ്ധത്തിൽ ഭാരതം പരാജയപ്പെട്ടു. അന്നത്തെ പ്രതിരോധ മന്ത്രിയാണെന്ന് ആരാണെന്ന് രഞ്ജിനിക്ക് ഓർമ്മയുണ്ടോ? ആ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോനായിരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ടതിൻ്റെ പേര് പറഞ്ഞ് കൃഷ്ണമേനോനെ കൊണ്ട് രാജിവെപ്പിച്ചു. പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം പ്രതിരോധ മന്ത്രിക്ക് എന്ന് പറഞ്ഞ് രാജിവെപ്പിച്ചു. 971 യുദ്ധം ഭാരതം ജയിച്ചു. അന്ന് തോറ്റതിൻ്റെ ഉത്തരവാദി കൃഷ്ണമേനോനാണെങ്കിൽ ജയിച്ചതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ആർക്കാ? പ്രതിരോധ മന്ത്രിക്കല്ലേ. ആ പ്രതിരോധ മന്ത്രിയുടെ പേര് പോലും കോൺഗ്രസ്സുകാർക്കും പറയുമോ? പൊതുജനങ്ങൾക്ക് അറിയാമോ? പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ പേരിൽ, ഇന്ദിരയുടെ പേരിൽ അല്ല, അതിന് പേരിൽ എല്ലാ ക്രെഡിറ്റും കൊടുക്കും. പക്ഷേ അന്നത്തെ പ്രതിരോധ മന്ത്രിയുടെ പേര് പോലും ഇവർ പറയില്ല. ജഗജീവൻ റാമായിരുന്നു പ്രതിരോധ മന്ത്രി, ശക്തനായ പ്രതിരോധ മന്ത്രിയായിരുന്നു ജഗജീവൻ റാം. അതിവരാരും പറയില്ല. ഇനി ഒരു കാര്യം, ഇന്ന് പലരും പറയുമ്പോൾ
എനിക്കത് കേൾക്കുമ്പം പരിഹസിക്കാനാണ് തോന്നുക. ശരിയാണ്, നമ്മുടെ സൈനികരുടെ ശ്രമത്തെ എപ്പോഴും ശ്ലാഘിക്കണം, അനുമോദിക്കണം. പക്ഷെ സൈനികരുടെ ശ്രമം കൊണ്ട് മാത്രമല്ല യുദ്ധത്തിൽ ജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നത്. എന്തിന്? യുദ്ധം ചെയ്യണമോ വേണ്ടയോ തീരുമാനിക്കുന്നത് പോലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗമായി ഭാരതത്തിൻ്റെ ഭാഗമായി പ്രയോഗക്ഷമമായ ഒരു സൈനിക ശക്തി ഉണ്ടാകുമ്പോഴാണ് വിജയം സാധ്യമാകുന്നത്. അതുകൊണ്ട് യുദ്ധങ്ങളിലെ വിജയത്തിന് കൃത്യമായും ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയും ഭാരതത്തിലെ പ്രതിരോധ സംവിധാനവും ഒരുപോലെ തന്നെ ഇക്കാലത്ത് പരിഗണനയ്ക്ക് അർഹമാണ്. ഒന്നുകൂടി ഓർക്കുക, അന്ന് പ്രതിരോധ മന്ത്രി ജഗജീവൻ റാമിനെ അരികവൽക്കരിച്ചുകൊണ്ട് ഒരു പരിഗണനയും കൊടുക്കാൻ സർക്കാർ അന്നത്തെ ഭാരതം അഭിമാനപൂർവ്വം കൊണ്ടാടിയ ഫീൽഡ് മാർഷൽ മനക്ഷയോട് ഇന്ദിരയുടെ സർക്കാർ, പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാരുകൾ കാണിച്ച അവഹേളനം ചരിത്രം അത് മറന്നു പോകാത്തതാണ്. അദ്ദേഹത്തിൻ്റെ പെൻഷൻ കുടിശ്ശിക പോലും കൊടുക്കാതെ തടഞ്ഞു വെച്ചിട്ട് ഫീൽഡ് മാർഷൽ മനക്ഷയുടെ ആ പെൻഷൻ പോലും കുടിശ്ശിക പോലും കൊടുക്കാതെ മാറ്റിവെച്ചിട്ട് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം, 30-ൽ കൂടുതലായിരുന്നു എൻ്റെ ഓർമ്മ, 36 വർഷങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് രാഷ്ട്രപതി APJ അബ്ദുൽ കലാം അദ്ദേഹത്തെ കാണാൻ ചെന്ന് വിവരം അറിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ കൂടി ആ പെൻഷൻ പോലും തിരിച്ചു കൊടുത്തത്. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചവരാണ്. സൈന്യത്തെ പുകഴ്ത്തിപ്പറയും, നരേന്ദ്രമോദിയെ താഴ്ത്തിപ്പറയും, ഇന്ദിരാഗാന്ധിയെ ഉയർത്തിപ്പറയും, നരേന്ദ്രമോദിയെ താഴ്ത്തിപ്പറയും. ഇതൊക്കെ ചെയ്യുമ്പം ഞാനീ പറഞ്ഞ ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലുകൾ, ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ കാര്യത്തിൽ വലിയ ധീരത കാട്ടിയിട്ടില്ലെന്നും ജവഹർലാൽ നെഹ്റു നാണം കെട്ട കീഴടങ്ങലിന് തയ്യാറായി എന്നൊക്കെ ഉള്ളത് ചരിത്രം മറക്കാതെ ഇരിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.